ഹായ്, ഞാൻ നവാസ് പെർഫ്യൂംസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പെർഫ്യൂമിൻ്റെ സ്മെല്ല് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഒരുപാട് വീഡിയോയിൽ കാണലുണ്ട്. പല ആൾക്കാരും പല സ്മെല്ലുകൾ കൊണ്ടുവരും. ആ സ്മെല്ല് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പെർഫ്യൂം തയ്യാറാക്കി കൊടുക്കുന്നത് അല്ലേ. നമുക്ക് പല സമയത്തും ഭയങ്കര അത്ഭുതം തോന്നും. അപ്പോൾ പുതിയതായിട്ട് പെർഫ്യൂം ഇൻഡസ്ട്രിക്ക് കടന്നു വരുന്ന എല്ലാ ആൾക്കാർക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, എങ്ങനെ നമുക്ക് ഈ സ്മെല്ലുകൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, മണങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. ഇതിനെന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ, ഇതിനെത്ര സമയമെടുക്കും, ഇത് നമ്മളെ കൊണ്ട് കഴിയോ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചിട്ടാണ്. ഓക്കെ, ശരിയാണ്. ഒരു പെർഫ്യൂമർക്ക് വേണ്ട പ്രധാനപ്പെട്ട സ്കിൽ എന്ന് പറയുന്നത് ഈ മണങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവാണ്. 10,000-കണക്കിന് മണങ്ങളുണ്ട് അല്ലേ. ഈ മണത്തിനെ തിരിച്ചറിയാനുള്ള കഴിവാണ് ഏറ്റവും പ്രധാനം വേണ്ടത്. അതിനുള്ള ഒരേ ഒരു ടൂള് എന്താണ്, നമ്മളെ മൂക്കാണ് അല്ലേ. അതിനോളം ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടൂള് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് എങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് മണങ്ങളെ മനസ്സിലാക്കാൻ പറ്റും, അതിനെങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെർഫ്യൂം ഇൻഡസ്ട്രിക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായിട്ട് കാണും. താങ്ക് യു. നമ്മൾ നിലവിൽ ഒന്ന് ആലോചിക്കുക, നമുക്ക് എന്തെങ്കിലും മണങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നല്ലേ. നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ പേസ്റ്റിൻ്റെ മണം നമ്മളെ മൂക്കിൽ കയറും. അപ്പോൾ നമുക്കത് ഏത് ബ്രാൻഡാന്ന് വരെ മനസ്സിലാകും അല്ലേ. നമ്മൾ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇപ്പോൾ പള്ളിയിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഡോറൊക്കെ തുറക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഫ്രഷ്നെസ്, അതൊരു സ്മെല്ലും കൂടി അതിൽ ഉൾപ്പെട്ടതാണ്. ആദ്യം നമുക്ക് ഫീൽ ചെയ്യും, ഒരു ഫ്രഷ് സ്മെല്ല് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ആ ഫ്രഷ് സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ചായ കുടിക്കുമ്പോൾ അത് ചായയാണോ കാപ്പിയാണോ എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ടേസ്റ്റിൻ്റെ മുന്നേ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, നമ്മളെ മൂക്കിൽ അതിൻ്റെ സ്മെല്ല് ഉപയോഗിക്കുമ്പോഴാണ് അല്ലേ. അങ്ങനെ നമ്മൾ ആലോചിച്ചാൽ ഒരുപാട് സ്മെല്ലുകളുണ്ട് അല്ലേ. ഫുഡിൻ്റെ ഉണ്ട്, ബേക്കറി ഉണ്ട്, സോപ്പ് ഉണ്ട്, പിന്നെ എന്താ പറയുക, ഹാൻഡ് വാഷ് ഉണ്ട്. ഒരുപാട് പുതിയൊരു കാറിൽ കയറുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫ്രഷ് സ്മെല്ല് ഫീൽ ചെയ്യും. നമ്മളൊരു സ്ഥലത്തേക്ക് നടന്നു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ എന്തെങ്കിലും ഫ്ലവർ ഉണ്ടെങ്കിൽ ആദ്യം നമുക്ക് മുല്ലപ്പൂവൊക്കെ പൂത്ത് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യും. ഫ്രൂട്ട്സിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യും, സ്പൈസസിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് സ്മെല്ലുകളൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് എന്തുണ്ട്, നമ്മളെ ജന്മനാ നമ്മളെ സൃഷ്ടിച്ച ആൾ തന്നിട്ടുണ്ട് അല്ലേ. കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത ആൾക്കാരുണ്ട്. അവർക്കും കൂടി പലപ്പോഴും അവർ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് എന്താണ്, സ്മെല്ല് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. ശരിയല്ലേ. നമ്മളൊരു ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യും. കേട് വന്നിട്ടുണ്ടോ, നല്ലതാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്, സ്മെല്ല് കൂടെയാണ്. നമ്മൾ ഒരു ഇറച്ചി കഴിക്കുന്ന ഒരു ഷവർമ്മ കടയുടെ കുറച്ച് ദൂരത്ത് കൂടെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അതിന് നമുക്ക് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. ആ സ്മെല്ല് നമ്മൾ അട്രാക്ട് ചെയ്യും. ഞാൻ പലപ്പോഴും പെർഫ്യൂമിൻ്റെ ഷോപ്പ് അടച്ചിട്ട് വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് നമ്മൾ ചെറിയ പെൺകുട്ടി, 4 വയസ്സുള്ളൂ, അവൾ ഉപ്പ് എന്നെന്താ പുതിയ പെർഫ്യൂം അടിച്ചിട്ടുണ്ടല്ലോ, പുതിയ അത്തറിൻ്റെ സ്മെല്ലുണ്ടല്ലോ എന്നൊക്കെ പറയും. ചെറിയ കുട്ടികൾക്ക് വരെ എന്ത് സ്മെല്ല് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചെങ്കിൽ, സ്മെല്ല് മനസ്സിലാക്കാനുള്ള കഴിവ് പഠിച്ചു വന്നിട്ടുണ്ട് നമുക്ക്, നമ്മളെ ജന്മനാ നമുക്ക് തന്നിട്ടുണ്ട്. ഈ മണം, ഗന്ധം എന്നൊക്കെ പറയുമല്ലോ, ഇതിൻ്റെ ഭയങ്കര ഒരു പ്രത്യേകത എന്താ വെച്ചെങ്കിൽ, ചില സ്മെല്ലൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ആൾക്കാർ ഓർമ്മ വരും അല്ലേ. പല നാടുകൾ, പല കാലഘട്ടങ്ങളൊക്കെ നമ്മൾ ചെറുപ്പമൊക്കെ ഓർമ്മ വരും അല്ലേ. ആ സ്മെല്ലൊക്കെ ഫീൽ ചെയ്യുമ്പോൾ അതൊക്കെ ഭയങ്കര ഒരു അത്ഭുതമാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മളെങ്ങനെ ഒരു പെർഫ്യൂമിൻ്റെ അല്ലെങ്കിൽ ഒരു അത്തറിൻ്റെ മണം മനസ്സിലാക്കാം. നമ്മൾ ബാക്കിയുള്ള ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ അല്ലെങ്കിൽ ഫുഡിൻ്റെ, ബേക്കറിയുടെ ഒന്നും മണം മനസ്സിലാക്കണം അത്ര എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പെർഫ്യൂമിൻ്റെ മണം മനസ്സിലാക്കാൻ പറ്റില്ല. അതിൻ്റെ പ്രശ്നം എന്താ വെച്ചെങ്കിൽ, പെർഫ്യൂമിൻ്റെ ഓയിലും കാര്യങ്ങളും അത് ഉണ്ടാക്കുന്നത് എന്താ വെച്ചെങ്കിൽ, പല മണങ്ങളും പല അളവുകളിൽ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഒരു മണം മാത്രം വേർതിരിച്ച് മനസ്സിലാക്കൽ എന്താണ്, കുറച്ച് പ്രാക്ടീസ് ആവശ്യമാണ്, കുറച്ച് ബുദ്ധിമുട്ടാണത്. നമ്മളൊരു അത്തറ് അല്ലെങ്കിൽ ഒരു പെർഫ്യൂം മണത്തിട്ട് നമുക്കതിൽ ഒരു സ്മെല്ല്, ഇപ്പം നമ്മളൊരു ഓറഞ്ചിൻ്റെ സ്മെല്ലുണ്ട്, അല്ലെങ്കിൽ ഒരു ഹണിയുടെ സ്മെല്ലുണ്ട്, അല്ലെങ്കിൽ ഒരു റോസിൻ്റെ സ്മെല്ലുണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് എന്ത് ചെയ്യും, തോന്നും ചില സ്മെല്ലുകൾ അതിൽ ഉണ്ടോ എന്ന് തോന്നും. ഇതിന് നമ്മൾ ഈ ഫ്രാഗ്രൻസ് ഇൻഡസ്ട്രിയിൽ നമ്മൾ സാധാരണ എന്താ പറയുക, അതിൻ്റെ ഒരു ഗ്രൂപ്പാണ് പറയാം. ഇപ്പോൾ ഫ്ലവർ ഒക്കെ കൂടി ഉള്ളതിന് നമ്മൾ ഫ്ലോറൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പറയും. അല്ലെങ്കിൽ ഒരു മധുരം ഉള്ളതൊക്കെ ഇതിനൊക്കെ കൂടി കൂട്ടിയിട്ട് എന്താ പറയും, ഒരു സ്വീറ്റ് സ്മെല്ലാണെന്ന് പറയാം അല്ലേ. പെർഫ്യൂം റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ എരിയുള്ള സ്മെല്ലുകൾ എന്താ പറയുക, സ്പൈസി എന്ന് പറയും.
അല്ലെങ്കിൽ സിട്രസ് എന്ന് പറയും. ഇങ്ങനെയൊക്കെ ഒരു ഗ്രൂപ്പാണ്. ഇത് നമ്മൾ ഈ ഓരോ ഗ്രൂപ്പിലും എന്തൊക്കെയാണ് പെടുന്നത് എന്നതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിനെക്കുറിച്ച് നമ്മൾക്കൊരു വീഡിയോ ചെയ്യപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷേ ഇതിനെന്താണ് ഈ രീതിയിലാണ് ഇതിനെ പറയാമെന്ന് മനസ്സിപ്പോൾ ഒരു മധുരമുള്ള ഒരു ഹണിയുടെ ഒക്കെ സ്മെല്ല് ചെറിയ രീതിയിൽ നമ്മൾ വരുമ്പോൾ പല ടൈപ്പിലുള്ള ഇപ്പോൾ ഷുഗറിൻ്റെ പിന്നെ സ്വീറ്റ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ ബബിൾ ഗം അതിൻ്റെയൊക്കെ സ്വീറ്റ്നെസ് ഉണ്ട്. ഇതിനൊക്കെ ചിലപ്പോൾ അത് സ്വീറ്റ് എന്ന് പറയാം. അതിനൊരു ഒരു സംഭവത്തെ മാത്രമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൽ ഫസ്റ്റിൽ നമ്മൾ എന്താ നമ്മളിപ്പോൾ പഠിക്കുന്ന ആൾക്കാർ എന്ത് പറയണം, അതിൻ്റെ ഒരു ഗ്രൂപ്പിനെ പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ സ്മെല്ല് മനസ്സിലാക്കാനുള്ള ഒരേ ഒരു വഴി എന്താണ്, ഇത് നമുക്ക് ഇത് മണത്തിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് 212 men ആണ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പല പെർഫ്യൂമിൻ്റെ നമുക്ക് സ്മെല്ല് നമുക്ക് അറിയാലോ. സോറി, നമ്മൾ ജന്നാത്തുൽ ഫിർദൗസ് അല്ലെങ്കിൽ മസ്കരി ജാലി സബായ അല്ലെങ്കിൽ പിന്നെ റോസ് സാൻഡൽ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരുപാട് ഏകദേശം 10,000 കണക്കിന് ഫ്രാഗ്രൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വഴി ഫസ്റ്റ് ഇതിൻ്റെ ഗ്രൂപ്പിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ഗ്രൂപ്പ് മനസ്സിലാക്കിയതിന് ശേഷം ആ ഗ്രൂപ്പിൽ എന്തൊക്കെ ആണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ പിന്നെ കന്നൂജിൽ FFTC എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫ്രാഗ്രൻസ് ആൻഡ് ഫ്ലേവർ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അവിടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ ഞാൻ 1-2 പ്രാവശ്യം പോയിരുന്നു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് ഒരു പയ്യനെ പരിചയപ്പെട്ടു. അവന് കാൺപൂരാണ്. അവർ ഫ്രാൻസിൽ നിന്ന് പോയിട്ട് ഈ ഫ്രാഗ്രൻസിൻ്റെ കോഴ്സ് പഠിച്ച ആളാണ്. 1 വർഷം അവിടെ പഠിച്ചതാണ്. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചെങ്കിൽ അവിടെ അത് ഏകദേശം 35-40 ലക്ഷം റുപ്യൊക്കെ ഒരു വർഷത്തേക്ക് ചിലവുണ്ട്. അവിടെ ചെന്നിട്ട് ഇത് പഠിച്ചിട്ട് അവിടെ പ്രധാനപ്പെട്ട ജോലി എന്താ വെച്ചെങ്കിൽ എല്ലാ ദിവസവും രാവിലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ കുറേ ഫ്രാഗ്രൻസ് ഓയിൽ തരും, പെർഫ്യൂമിൻ്റെ സ്ട്രിപ്പ് തരും. ഈ സ്ട്രിപ്പ് ഇതിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇത് നോട്ട് ചെയ്യുക. അത് നമ്മളെപ്പോഴാണോ നമ്മൾ സ്മെൽ ചെയ്യുന്നത് ആ ടൈം നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ അത് നമുക്ക് ഏത് ഗ്രൂപ്പാണെന്ന് മനസ്സിലായി, ഇപ്പോൾ ഫ്ലോറൽ ആണോ സിട്രസ് ആണോ വുഡി ആണോ അത് നോട്ട് ചെയ്യുക. പിന്നെ അതിന്ന് നമുക്ക് ഏതെങ്കിലും മനസ്സിലായി, ഇപ്പോൾ വുഡി നമുക്ക് മനസ്സിലായി, അപ്പോൾ എന്ത് ടൈപ്പ് വുഡാണ്, അഗർ വുഡാണോ സാൻഡൽ വുഡാണോ അങ്ങനത്തെ ആ വുഡ് അത് മനസ്സിലായത് നോട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ട്, അതിനൊരു ലെവൽ ഒരു പാരാമീറ്റർ ഉണ്ട്, ഒരു 1 to 10 എന്നൊക്കെ മനസ്സിലായിട്ട് അതെന്താണ് നമുക്ക് ഒരു 5 ലെവൽ വരെ ഇത് തോന്നിയോ മറ്റേത് തോന്നിയോ ആ കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഇങ്ങനെ പലതും നോട്ട് ചെയ്യുക. എന്നിട്ട് ഒരു 1 ഹവറിന് ശേഷം എന്ത് ചെയ്യുക, വീണ്ടും ഇത് സ്മെൽ ചെയ്തിട്ട് വീണ്ടും ഇത് നോട്ട് ചെയ്യുക. അവൻ പറഞ്ഞത് ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഇതന്നെയാണ്. ഇതെന്ത് ചെയ്യും, നമ്മളെ മൂക്കിനെ നമ്മൾ എന്ത് ചെയ്യും പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് എത്രത്തോളം നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുക ഇതിന് മനസ്സിലാക്കിയിട്ട് ഇത് നോട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരെ കോഴ്സിലുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഫ്രാഗ്രൻസ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഈ മണങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് ഓൾഫാക്ഷൻ എന്ന് പറയാം. പറഞ്ഞാൽ ഒരു ഘ്രാണശക്തി മീൻസ് മണങ്ങളെ മനസ്സിലാക്കുന്ന രീതി ഓൾഫാക്ഷൻ എന്നാണ് ഇതിന് പറയാം. നമ്മൾ ഈ മൂക്കിൽ ഗന്ധം മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ചെറിയ രീതിയിൽ ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ ഒരു അപ്പർ പാർട്ടിൽ ഒരു ഓൾഫാക്ടറി റെസിപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചില ഗ്രന്ഥികളുണ്ട്. ഓൾഫാക്ടറി റെസിപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്മെല്ലിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ചുറ്റും എന്തുണ്ട്, പല സ്മെല്ലുകളും മോളിക്കുലാർസ് ഉണ്ട്. നിങ്ങൾ പെർഫ്യൂമിൻ്റെ ഇതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടത് മോളിക്കുലാർ എന്ന് പറയും. മോളിക്കുലാർ ചെറിയ ചെറിയ കണികകൾ നമ്മളെ ചുറ്റുമുണ്ട്. അപ്പോൾ ഈ സ്മെല്ലിൻ്റെ ഓഡോർ എന്ന് പറയും. നമ്മൾ സ്മെല്ലിന് നമ്മൾ പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ പറയുന്നത് ഓഡോർ എന്നാണ്. അപ്പോൾ ഓഡോറിൻ്റെ മോളിക്കുലാർ ഉണ്ട്, അത് നമ്മളെ ചുറ്റുമുണ്ടാവും. ബ്രെയിനിൽ ഇതിൻ്റെ ഒരു ഓൾഫാക്ടറി ബൾബ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ബൾബിലേക്ക് എന്ത് ചെയ്യും എത്തിക്കും. ആ എത്തിച്ചതിന് ശേഷം അവിടെ നിന്നാണ് ഇതിനെ തരംതിരിച്ച് മനസ്സിലാക്കൽ. അപ്പം നമ്മളെ നിയറസ്റ്റ് ഉള്ള ഈ ഓഡോറിൻ്റെ മോളിക്കുലാറിനെ എന്ത് ചെയ്യും, നമ്മളെ മൂക്കിൻ്റെ റെസിപ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും അതിനെ സ്വീകരിച്ചിട്ട് ബ്രെയിനിൽ ഇതിൻ്റെ ഒരു ഓഡോർ ബൾബ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളെ പരിസരത്തുള്ള മണങ്ങൾ, ആ മണങ്ങളെ ഓഡോർ എന്ന് പറയും. ഈ മണങ്ങളിലെ കണികകളെ എന്ത് പറയും, മോളിക്കുലർ എന്ന് പറയും. ഈ മോളിക്കുലറിനെ നമ്മളെ മൂക്കിലുള്ള റെസിപ്റ്റേഴ്സ് എന്ത് ചെയ്യും അതിനെ സ്വീകരിക്കും. എന്നിട്ട് നമ്മളെ ബ്രെയിനിലുള്ള ഓൾഫാക്ടറി ബൾബിലേക്ക് എത്തിക്കും. അവിടുന്ന് അതിനെ തിരിച്ചറിയും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളെ തിരിച്ചിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കി തരും. അവിടുന്നാണ് എന്ത് ഈ സ്മെല്ലിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. സാധാരണ ഒരു മനുഷ്യന് ഏകദേശം 1 ട്രില്യൺ മണങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ മൂക്കിന് 400ഓളം റെസിപ്റ്റേഴ്സ് ഇതിനെ സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് സ്മെല്ലുകൾ ഒരുമിച്ചിട്ട് വരുന്ന സമയത്ത് ഇതിനെ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ ഉള്ള കഴിവ് കുറവാണ്. അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഏതാണോ അതിനെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വേസ്റ്റ് അങ്ങനത്തെ ഒക്കെ സ്മെല്ലൊക്കെ ഭയങ്കര കട്ട സ്മെല്ലായിരിക്കും. നമ്മൾ അവിടെ പോണ സമയത്ത് നമുക്ക് എന്ത് ചെയ്യില്ല, ബാക്കിയുള്ള സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ ഊതിൻ്റെ ഒക്കെ കുറച്ച് സ്ട്രോങ് സ്മെല്ലാണ്. അത് സ്മെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ പലതിനും സ്വീകരിക്കാൻ പറ്റുമെങ്കിലും
ഇതിന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് പോയിട്ട് അതിനെ അവിടുന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിൽ ഒരുപാടെണ്ണം ഒരുമിച്ചിട്ട് ഇപ്പം നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ എന്ത് നമുക്ക് എല്ലാതും ഒരുമിച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പല ഇന്നതാണ് കളർ ഇന്നതാണ്. പക്ഷേ മൂക്കിന് എന്തില്ല, എല്ലാത്തിനും ഒരുമിച്ചിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ മനസ്സിലാക്കാനുള്ള കഴിവ് കുറവാണ് മറ്റേതിനെ അപേക്ഷിച്ച്. ഇനി നമുക്ക് സാധാരണ ഇപ്പം നമ്മളൊരു പെർഫ്യൂമറി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു പിന്നെ പെർഫ്യൂം ഓയിലിൽ ഒരു ഫ്രാഗ്രൻസ് ഓയിൽ എങ്ങനെയാണ് സ്മെല്ല് ചെയ്യുന്നതിനുള്ള ഒരു പ്രൊഫഷണൽ രീതിയും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇതിനെ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്, കാരണം ഇങ്ങനത്തെ വീഡിയോ മലയാളത്തിൽ കുറവാണ്. അപ്പോൾ അതൊക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഒരു പെർഫ്യൂമർ ആകണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരെ ഏറ്റവും ബേസിക് സാധനമാണിത്, അല്ലേ, മനങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് മനങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിവുണ്ടോ എന്നുള്ളതും ഇതിനെ എങ്ങനെയാണ് നമ്മളെ മൂക്ക് ഇതിനെ സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് നമ്മളൊരു ബേസിക് ആണല്ലോ. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് ഇങ്ങനത്തെ ഒരു സ്ട്രിപ്പാണ്, പേപ്പറാണ്. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ സ്ട്രിപ്പുകൾ. ഈ സ്ട്രിപ്പാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ കയ്യിൽ പരട്ടുക അല്ലെങ്കിൽ ഡ്രസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ രീതി ഇതിൻ്റെ സ്ട്രിപ്പാണ്. ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ പറഞ്ഞുതരാം. പിന്നെ എന്താണ് മൊത്തത്തിലൊരു ഇത് നമ്മൾ ഇതിന് വേണ്ടി ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് നമ്മൾ ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഇരിക്കണം. ഒരു മൈൻഡ് ഫ്രീ ആയിട്ട് ഇരിക്കണം. അവിടെ എന്ത് ചെയ്യുക, ബാക്കിയുള്ള വേറെ ഓർഡർലെസ് ആവണം, മീൻസ് സ്മെല്ലും കാര്യങ്ങളൊന്നും പാടില്ല. കാം ക്വയറ്റ് ആ ഒരു പ്ലേസ് നന്നാവണം. അതുപോലെ തന്നെ ഏത് സമയമാണ് നല്ലത് എന്നുള്ളത് മോർണിംഗ് സമയമാണ് പറയുന്നത്. മോർണിംഗ് ആ ഒരു കാം ക്വയറ്റ് ടൈമാണല്ലോ. അതുപോലെ തന്നെ ഏറ്റവും സ്ട്രോങ് കുറവുള്ളത് ആദ്യം സ്മെല്ല് ചെയ്യുക, പിന്നെ സ്ട്രോങ് കൂടിയത്, അങ്ങനെ ആ ഒരു ലെവലിൽ ചെയ്യുക. ആദ്യം തന്നെ സ്ട്രോങ് കൂടിയത് സ്മെല്ല് ചെയ്യരുത് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ നല്ല ശ്വാസം ഫസ്റ്റ് ഉള്ളിലേക്ക് എടുക്കുക, ഒന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുക. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിലൂടെ അത് പുറത്ത് വിടുക. ആ രീതിയിൽ ആദ്യം കുറച്ച് നേരം അതൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ സ്മെല്ല് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിലെന്ത് ചെയ്യുക, നമ്മൾ പേരെഴുതുക. നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്, നമ്മളിത് ലാവൻഡറാണ്, അപ്പോൾ ലാവൻഡർ നമ്മളിതുമ്പോൾ എന്ത് ചെയ്യുക, പേര് എഴുതുക, ടൈം എഴുതുക, നമ്മൾ സ്മെല്ല് ചെയ്യുന്നതിന് മുന്നേ തന്നെ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിതിനെ ഇതിലേക്ക് സ്പ്രേ ചെയ്യാം. ഓക്കെ, പറയുന്നത് ഏകദേശം ഒരു 5-10 സെൻറ്റിമീറ്ററിൻ്റെ ആ ഒരു ഇടയിൽ, അങ്ങനെയാണ് ഇതിൻ്റെ രീതി പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിതിനെ പിന്നെ മൂക്കിൽ തട്ടരുത്, ഏകദേശം ഒരു 1/2 സെൻറ്റി. അതുപോലെ തന്നെ കണ്ണടച്ച് നമ്മൾ മൈൻഡ് ഫ്രീ ആക്കിയിട്ട് എന്ത് ചെയ്യാം, ഇതിനെ നമ്മൾ ഫുള്ളായിട്ട് ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ മനസ്സിലാക്കാൻ നോക്കുക. ഏകദേശം നമ്മൾ സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു 3 പ്രാവശ്യം നമ്മൾ ഫുള്ളായിട്ട് ഉള്ളിലേക്ക് വലിക്കുക. ഇത് നമ്മൾ ഊത് ലാവൻഡറാണ്. നമുക്ക് ചെറിയൊരു ലാവൻഡർ ഊതിൻ്റെ വളരെ കുറച്ചുള്ള ഒരു ഫ്രഷ് സ്പൈസി അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സ്മെല്ലുകളൊക്കെ നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്ട് ഇതിന് നമുക്കൊരു നോട്ട് വെക്കണം. ഇത് നമ്മൾ വെച്ചിട്ട് ഇതും എന്തെങ്കിലും നമ്പറോ കാര്യങ്ങളോ എഴുതിയിട്ട് ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു നോട്ട് വെച്ചിട്ട് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഇതെന്ത് ചെയ്യണം, അത് നമ്മളൊരു ജീവിതചര്യയാക്കിയിട്ട് നമ്മൾ എടുക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ ഫുള്ളായിട്ട് ഇത് നമുക്ക് നല്ലൊരു പിന്നെ നമ്മൾ ഷോപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഡെയിലി അത് ഉപയോഗിച്ചിട്ട് പ്രാക്ടീസ് ആണല്ലോ. നമ്മൾ യൂസഫൊക്കെ നമ്മൾ ചെയ്യണം, കാരണം എന്താ വെച്ചാൽ 25 കൊല്ലം 30 കൊല്ലം 40 കൊല്ലം ആയിട്ടുള്ള പ്രാക്ടീസിൻ്റെ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ സ്ഥിരമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ഒരുവിധമുള്ള സ്മെല്ലുകളൊക്കെ എന്ത് ചെയ്യും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എന്താണ് മനസ്സിലായത്, ഫസ്റ്റ് നമ്മൾ ആ ഗ്രൂപ്പ് നോട്ട് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഇവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൽ തന്നെ ഡയലൂഷൻ മീൻസ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒക്കെ പല ഇതും മിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അളവ് എത്ര ഉണ്ട്, ഇപ്പോൾ 100 ഗ്രാമാണ്, അപ്പോൾ 100 ഗ്രാമിൽ അല്ലെങ്കിൽ 100%, ഇപ്പോൾ 5% ഇന്ന ലാവൻഡർ ഉണ്ട്, അല്ലെങ്കിൽ 10% പിന്നെ ഫ്ലോറൽ ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കൽ കുറച്ചും കൂടിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് പല രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 5 സ്ട്രിപ്പ് ഉണ്ട്. ഓക്കെ, 5 സ്ട്രിപ്പ് ഉണ്ട് മൊത്തത്തിൽ. അപ്പോൾ 5 സ്ട്രിപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു 3 എണ്ണത്തിൽ ഒരു സ്മെല്ലും 2 എണ്ണത്തിൽ വേറെ സ്മെല്ലും വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ 3 എണ്ണം ഏതാണെന്ന് മനസ്സിലാക്കുക, ഈ 2 എണ്ണം ഏതാണെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 3 സ്ട്രിപ്പ് എടുത്തിട്ട് 2 എണ്ണം ഒന്നും പിന്നെ മറ്റേത് വേറെ ഒന്നും, ആ രീതിയിൽ അങ്ങനെയൊക്കെ മാറ്റി മറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ ഇതിൻ്റെ രീതികളാണ്. അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന, പെർഫ്യൂമിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും മണങ്ങൾ മനസ്സിലാക്കാൻ എന്താണ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന് വേറെ കുറുക്കുവഴികളൊന്നുമില്ല. ഇതിലുള്ള ഒരേ ഒരു ടൂൾ എന്താണ്, നമ്മളെ മൂക്കാണ്. അപ്പോൾ ഇതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ അതുപോലെ തന്നെ പല സ്ഥലത്ത് കൂടി നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ പല സ്മെല്ലുകൾ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നോക്കുക. പല ആൾക്കാരും പറയലുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ പിന്നെ ഇറച്ചി കച്ചവടക്കാരും എന്ത് ചെയ്യും, എല്ലാ സ്ഥലത്തും എന്തെങ്കിലും പശുക്കളെ ആടുകളെ കാണുമ്പോൾ അയാളെ ശ്രദ്ധ അതിലേക്കായിരിക്കും. ഒരു ചെരുപ്പ് കച്ചവടക്കാരനാണ്
ആൾക്കാരെ കാലുമൊക്കെ ശ്രദ്ധ പോവുക. അതേപോലെ തന്നെ ഒരു പെർഫ്യൂമർ ആകണം എന്ന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം, ബാക്കിയുള്ളവർ ഏത് പെർഫ്യൂമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുക, അതിനെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മൾ പല ടൈപ്പ് സാധനങ്ങൾ സാമ്പിൾ ചെറിയ അളവിൽ മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതേപോലെ രാവിലെ അതിൻ്റെ നമ്മളിപ്പോൾ രാവിലെ 6 മണിക്കാണ്, അപ്പോൾ 6 മണിക്ക് നമ്മൾ ഇത് എഴുതി വെക്കുക. നമ്മളൊരു 10 മണിക്ക് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് വെക്കുക, 12 മണിക്ക് രാത്രി ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് വെക്കുക. എത്ര ഇത് സ്മെല്ല് കിട്ടുന്നുണ്ട്, രാവിലത്തെ അളവ് എത്ര സ്ട്രോങ് ഉണ്ട്, വൈകുന്നേരത്തെ എത്ര ഉണ്ട്. ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളൊരു പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക്. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.